26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇതാരുടെ ആവശ്യപ്രകാരം എന്നതാണ് ന്യായമായ ചോദ്യം. രണ്ട് രാജ്യങ്ങളും ഇറാനും അമേരിക്കയും പരസ്പരം ശിക്ഷിക്കുന്ന മൂഡിലാണ്. അയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ശുശ്രൂഷ വേളയിലൊക്കെ അല്ലെങ്കിൽ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഉയർന്നു കേട്ടത് കൃത്യമായ അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യമാണ്. ഡെത്ത് ടു അമേരിക്ക എന്ന ചാന്റിങ് വ്യാപകമാണ്. റിവെഞ്ച് എന്ന രീതിയിൽ ചുവന്ന കൊടികൾ ഉയർത്തി മുൻപ് കൊല്ലപ്പെട്ട ഒരു പണ്ഡിതന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ ആ വലിയ രീതിയിലാണ് ജനങ്ങൾ ചുവന്ന പതാകയുമായി, ഇറാൻ ദേശീയ പതാകയ്ക്ക് പുറമെ ചുവന്ന പതാകയുമായി അമേരിക്കയോട് പ്രതികാരം തീർക്കണം, ഇതൊരു ജനകീയ അഭിലാഷമാണ് എന്ന രീതിയിൽ പൊതുജന വികാരം ആളിക്കത്തിൽ ഒരു വശത്ത്. മറുവശത്ത് ഇപ്പോൾ എണ്ണക്കപ്പലുകൾക്ക് നേരെ സൗദിയുടെയും ഖത്തറിന്റെയും 3 എണ്ണക്കപ്പലുകളാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം. അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയ ഒരു തിരിച്ചടി നൽകണം, പ്രതികാരം ഉണ്ടാവണം എന്ന രീതിയിൽ അമേരിക്കയും പ്രവർത്തിക്കുന്നു. ഓർക്കൂ, ഇത് വെടിനിർത്തലിന്റെ കാലഘട്ടമാണ് എന്നുകൂടി ഓർക്കണം. 60 ദിവസത്തേക്കുള്ള വെടിനിർത്തലും ആ സമയത്തെ സമാധാന പ്രക്രിയമാണ്. ജൂൺ മാസം 17-ാം തീയതി തുടങ്ങിയ ആ വെടിനിർത്തൽ കാലാവധിയിൽ പല ആവർത്തിയായി വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നതും ഇത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമാധാന പ്രക്രിയയിൽ നിന്നും തങ്ങൾ ഒരുപക്ഷെ പിന്നോട്ട് പോകാൻ മടിക്കില്ല എന്ന് ഇറാന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രൂക്ഷമായ പ്രസ്താവനകളാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാധാന പ്രക്രിയ ഡീറെയിൽ ചെയ്യാൻ ഒരുപക്ഷെ മറഞ്ഞിരുന്ന ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകാം. അത് മാത്രമല്ല, ഈ കൺസേൺഡ് കക്ഷികൾക്ക് ഇറാനാകട്ടെ അമേരിക്കയ്ക്കാകട്ടെ ഒരു ഇച്ഛാശക്തി, സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഒരു ഇച്ഛാശക്തി കാട്ടുന്നില്ല എന്നതാണ് പ്രധാനം. യഥാർത്ഥത്തിൽ ഇറാനെ കുറിച്ച് അമേരിക്ക കരുതുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് ആണവ വിഷയം തന്നെയാണ്. ഇറാനെ പൂർണ്ണമായി ആണവ വിമുക്തമാക്കുക എന്ന അമേരിക്കൻ അജണ്ട ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഹോർമൂസിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വന്നതാണ് ഉപരോധവും യുദ്ധവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹോർമൂസ് ഉപരോധവും ഹോർമൂസ് അടക്കലും ഒക്കെ സംഭവിച്ചത്. ഇപ്പോൾ ഹോർമൂസ് തുറക്കുന്നതിലാണ് എല്ലാ ശ്രദ്ധയും. അതുകൊണ്ട് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ ഇത് അവസാനിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളത് ഒരുപക്ഷെ ഇറാനുമല്ല അമേരിക്കയ്ക്കുമല്ല. ആഗ്രഹിക്കുന്നത് GCC മേഖലയിൽ രാജ്യങ്ങളാണ്. ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യൻ വംശജർ തിങ്ങിപ്പാർക്കുന്ന ആ പ്രദേശം, ഏതാണ്ട് 40 ലക്ഷത്തോളം മലയാളികൾ ഉൾപ്പെടെ അവിടെ ഉപജീവനം കണ്ടെത്തുന്ന മേഖലയാണ് GCC മേഖല. ആ GCC മേഖലയിൽ ആകമാനം അസംതൃപ്തി നുരഞ്ഞു പൊങ്ങുകയാണ്. ഇത് മാത്രമല്ല, ഇറാനോട് ഏതെങ്കിലും രീതിയിൽ സന്ധി ചെയ്ത് ആത്യന്തികമായി ഇറാനെ ശത്രുപക്ഷത്ത് നിർത്താതിരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അതിനോടൊന്നും സഹകരിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ അമേരിക്ക പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പലരും ഇതിന്റെ പിന്നിൽ ഇസ്രയേലിന്റെ ചിന്തയുണ്ട്. ഈ യുദ്ധം ഒരു കാരണവശാലും ഉടനടി സമാധാന പ്രക്രിയയിലേക്ക് നീങ്ങരുത്, ഇറാനിൽ തങ്ങൾക്ക് കുറച്ചുകൂടി കണക്കുകൾ തീർക്കേണ്ടതുണ്ട്, ഇറാനെ കുറച്ചുകൂടി മെലോ ഡൗൺ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എന്ന ഇസ്രയേലിന്റെ ചിന്ത ഈ ദീർഘമായി നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിന് പിന്നിലുണ്ട് എന്ന് ന്യായമായി സംശയിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ നേരിട്ട് രംഗത്ത് വന്നിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണങ്ങൾ നടന്നത് എന്നുകൂടി ഓർക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.